ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. USS എക്സാമിനേഷൻ്റെ സോഷ്യൽ സയൻസ് ഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ആ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തികൾ ആരായിരുന്നു? പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി വന്ന യൂറോപ്യർ. ഇന്ത്യയിൽ ആദ്യമായി വന്ന യൂറോപ്യർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇനി കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കുരുമുളകിനെയാണ് കറുത്ത പൊന്ന് എന്ന് അറിയപ്പെടുന്നത്. വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് ഏത് വർഷമായിരുന്നു? 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? ഗോവ, ദാമൻ, ദിയു. അപ്പം നമ്മൾ പറഞ്ഞ 4 ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടി നോക്കാം. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യർ പോർച്ചുഗീസുകാർ. കറുത്ത പൊന്ന് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? കുരുമുളകിനെയാണ്. വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് ഏത് വർഷമാണ്? 1498 മെയ് 20 പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്ന് നമ്മൾ വിളിക്കുന്നത് പോർച്ചുഗീസുകാരെയാണ്. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില ഇവയെല്ലാം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഭക്ഷ്യവിളകളാണ് ഏതെല്ലാം? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില. കോട്ടപ്പുറം കോട്ട, അതായത് തൃശ്ശൂരുള്ള കോട്ടയുടെ പേരാണ് കോട്ടപ്പുറം കോട്ട. അതുപോലെ കണ്ണൂരുള്ള ഒരു കോട്ടയാണ് സെൻറ്റ് ആഞ്ചലോ കോട്ട. ഈ 2 കോട്ടകളും പണി കഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച 2 കോട്ടകളാണ് കോട്ടപ്പുറം കോട്ട, തൃശ്ശൂരുള്ള കോട്ടപ്പുറം കോട്ട, അതുപോലെ കണ്ണൂരുള്ള സെൻറ്റ് ആഞ്ചലോ കോട്ട. കേരളത്തിൽ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരത്തിനിടയായത്, അതുപോലെ തന്നെ ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചത്, ഇതിനൊക്കെ കാരണക്കാരാരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. അപ്പോൾ കേരളത്തിൽ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിക്കാനുള്ള കാരണം ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യർ പോർച്ചുഗീസുകാർ. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളക്. വാസ്കോ ഡ ഗാമ കോഴിക്കോടിനടുത്ത് കാപ്പാട് കപ്പലിറങ്ങിയത് ഏത് വർഷമായിരുന്നു? 1498 മെയ് 20 1498 മെയ് 20 പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. പറങ്കികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പോർച്ചുഗീസുകാരെയാണ്. അതുപോലെ തന്നെ അവർ നിർമ്മിച്ച 2 കോട്ടകളാണ് കണ്ണൂരുള്ള സെൻറ്റ് ആഞ്ചലോ കോട്ട. സെൻറ്റ് ആഞ്ചലോ കോട്ട എവിടെയാണ്? കണ്ണൂരാണ്. ദെൻ തൃശ്ശൂരുള്ള കോട്ടപ്പുറം കോട്ട. കേരളത്തിൽ അച്ചടി യന്ത്രത്തിൻ്റെ പ്രചാരത്തിനിടയായത്, അതുപോലെ ചവിട്ട് നാടകം എന്ന കലാരൂപത്തിൻ്റെ വികാസത്തിന് കാരണമായത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരെ അറിയപ്പെടുന്ന പേരെന്താണ്? കുഞ്ഞാലി മരയ്ക്കാർമാർ എന്ന പേരിലാണ്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ അറിയപ്പെടുന്ന പേര് കുഞ്ഞാലി മരയ്ക്കാർമാർ എന്ന പേരിലാണ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ആരാണ്? വാൻ റീഡ് ആണ്.
അപ്പോൾ ഡച്ചുകാരാണ് നമ്മൾ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡച്ചുകാരെ കുറിച്ചാണ്. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമാണ് കൊച്ചി, കൊല്ലം എന്നിവ. നമ്മൾ പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രം ഏതാ പറഞ്ഞത്? ഗോവ, ദാമൻ, ദിയു. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം എന്നിവ. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് ആരാണ്? വാൻഡ്രീഡ് ആണ്. വാൻഡ്രീഡിനെ സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ വൈദ്യർ. വാൻഡ്രീഡിനെ സഹായിച്ച മലയാളിയാണ് ആര്? ഇട്ടി അച്യുതൻ വൈദ്യർ. ഡച്ചുകാരെ പറയുന്ന മറ്റൊരു പേരാണ് ലന്തക്കാർ എന്നത്. ഡച്ചുകാരെ പറയുന്ന മറ്റൊരു പേരാണ് ലന്തക്കാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600-ലാണ്. ലണ്ടനിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ട വർഷം 1600-ലാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ട വർഷം 1600-ലാണ്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്പനിയാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചത്? സൂററ്റിലാണ് സ്ഥാപിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂററ്റിലാണ് സ്ഥാപിച്ചത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വർഷം 1664-ലാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വർഷം ഏത് വർഷമാണ്? 1664-ലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ എന്നിവ. ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ എന്നിവ. ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ എന്നിവ. അപ്പോൾ നമ്മൾ 3 പ്രദേശങ്ങളുടെ, അതായത് പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ, ദിയു. ഇനി ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഡച്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ആരെ പരാജയപ്പെടുത്തി? ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ്. ബ്രിട്ടീഷുകാർ ആരെ പരാജയപ്പെടുത്തി? ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് നടന്ന യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം. 1757 റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 റോബർട്ട് ക്ലൈവ് ആരെ തോൽപ്പിച്ചു? ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ തോൽപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? പോർച്ചുഗീസുകാരാണ്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്നത് ഏതാണ്? കുരുമുളകാണ്. വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്ത കാപ്പാട് കപ്പലിറങ്ങിയത് ഏത് വർഷമാണ്? 1498 മെയ് 20-നാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് ഗോവ, ദാമൻ, ദിയു. അതിൻ്റെ കൂടെ നമുക്ക് ഡച്ചുകാരുടെ നോക്കാം. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം. ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു പോണ്ടിച്ചേരി, മാഹി. ഇനി പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയായിരുന്നു? പോർച്ചുഗീസുകാരെയായിരുന്നു. കോട്ടപ്പുറം കോട്ട, തൃശ്ശൂരുള്ള കോട്ടപ്പുറം കോട്ട, കണ്ണൂരുള്ള സെൻറ്റ് ആഞ്ചലോ കോട്ട. സെൻറ്റ് ആഞ്ചലോ കോട്ട എവിടെയാണ്? കണ്ണൂർ. ഇവ രണ്ടും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്.
പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടി, വറ്റൽമുളക്, പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. വാൻ റീഡിനെ സഹായിച്ച, അതായത് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം എഴുതാൻ വാൻ റീഡിനെ സഹായിച്ച മലയാളിയാണ് എ.ടി. അച്യുതൻ. അപ്പോൾ വാൻ റീഡ് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻ റീഡാണ്. ഇതിന് അദ്ദേഹത്തെ സഹായിച്ച മലയാളിയാണ് ആര്? എ.ടി. അച്യുതൻ. ഡച്ചുകാരെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലന്തക്കാർ എന്നത്. അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം എവിടെയായിരുന്നു? സൂററ്റിലായിരുന്നു, ഗുജറാത്തിലെ സൂററ്റിൽ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു? 1600. ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്പനിയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ലണ്ടനിലാണ് രൂപീകരിക്കപ്പെട്ടത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെട്ടത് 1664. ഇനി ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ തോൽപ്പിച്ചു. ഇനി ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം 4ാം മൈസൂർ യുദ്ധമാണ്. ടിപ്പു സുൽത്താൻ മരണം വരിച്ച യുദ്ധം ഏതായിരുന്നു? 4ാം മൈസൂർ യുദ്ധം. ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷുകാരുടെ അധീനതയിലേക്ക് വന്ന മറ്റൊരു യുദ്ധമുണ്ട്. അതാണ് ബക്സാർ യുദ്ധം. അപ്പോൾ 1757 പ്ലാസി യുദ്ധം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോൾ ബക്സാർ യുദ്ധം ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷുകാരുടെ അധീനതയിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ ഷാ ആലം രണ്ടാമൻ, അതായത് മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമനും അവധിലെ നവാബായ ഷുജാ ഉദ്ദൗളയും മുൻ ബംഗാൾ നവാബായ മിർ കാസിമും ഇവരുടെ സംയുക്ത സൈന്യത്തെ ആര് പരാജയപ്പെടുത്തി? ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെടുത്തി. അതായത് റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം പരാജയപ്പെടുത്തി. ഇതിനു വേണ്ടി റോബർട്ട് ക്ലൈവിനെ സഹായിച്ച സിറാജുദ്ദൗളയുടെ ഒരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് മിർ ജാഫർ. അദ്ദേഹം റോബർട്ട് ക്ലൈവുമായിട്ട് രഹസ്യധാരണയിൽ ഒപ്പുവെച്ചിട്ട് ആരെ? സ്വന്തം ഭരണാധികാരിയെ അദ്ദേഹം പരാജയപ്പെടുത്താൻ സഹായിച്ചു. സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്താൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് മിർ ജാഫർ. അപ്പോൾ 2 യുദ്ധങ്ങൾ, 1757 പ്ലാസി യുദ്ധം, അതിനുശേഷം 64 ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തിൽ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്ന, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നിരുന്നത് ഷാ ആലം രണ്ടാമൻ, മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമനും ഷുജാ ഉദ്ദൗള, അവധിലെ നവാബായ ഷുജാ ഉദ്ദൗള, അതുപോലെ മുൻ ബംഗാൾ നവാബായ മിർ കാസിം എന്നിവരായിരുന്നു. ഇവരുടെ സംയുക്ത സൈന്യത്തെ ആര് പരാജയപ്പെടുത്തി? റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തി. അതിന് അദ്ദേഹത്തെ സഹായിച്ച സിറാജുദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. ഇനി നമുക്ക് ഓർക്കാനുള്ളത് ടിപ്പു സുൽത്താനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള യുദ്ധം 4ാം മൈസൂർ യുദ്ധമാണ്. മൈസൂർ യുദ്ധങ്ങളുടെ ഫലമായിട്ട്, അതായത് അതിനുശേഷം ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയ പ്രദേശങ്ങളാണ് മലബാറും കൂർഗും. ഈ മലബാറിനെ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അതായത് 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരും ടിപ്പുവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമത്തിൽ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഈ രീതിയിലാണ് നമുക്ക് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളുടെ ഒരു ക്രമം. ഇനി സൈനിക സഹായ വ്യവസ്ഥ, അതുപോലെ ദത്തവകാശ നിരോധന നയം എന്നിവയെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്.
ഇത് കൊണ്ടുവന്ന, അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന, അവർക്ക് പ്രദേശങ്ങളെ, ഇന്ത്യൻ പ്രദേശങ്ങളെ കൈക്കലാക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന 2 നയങ്ങളായിരുന്നു വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയും ഡൽഹൌസി പ്രഭുവിൻ്റെ ദത്തവകാശ നിരോധന നയവും. ദത്തവകാശ നിരോധന നയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി പിൻഗാമികളല്ലാതെ മരണപ്പെട്ടാൽ അവരുടെ ദത്തുപുത്രനോ പുത്രിക്കോ പിന്തുടർച്ചയ്ക്ക് അവകാശമില്ല എന്ന് സ്ഥാപിക്കുന്ന നിയമമായിരുന്നു ദത്തവകാശ നിരോധന നയം. ഈ നയം മൂലം ബ്രിട്ടീഷുകാർ സത്താറ, ഈ നയത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഈ നയം ഉപയോഗിച്ചുകൊണ്ട് സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ, സത്താറ, സാമ്പൽപൂർ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ പ്രദേശങ്ങളെ അവർ കൈക്കലാക്കി. ഇനി സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, അതായത് ബ്രിട്ടീഷുകാർ ഓരോ നാട്ടുരാജ്യത്തും അവരുടെ സൈന്യത്തെ നിലനിർത്തും. മറ്റു നാട്ടുരാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ആ രാജ്യത്തെ സംരക്ഷിക്കും. പകരമായിട്ട് അവിടെ ഒരു സൈന്യത്തെ നിലനിർത്തും. ഈ സൈന്യത്തെ തീറ്റിപ്പോറ്റാനുള്ള ചുമതല ആർക്കായിരിക്കും? ആ നാട്ടുരാജ്യങ്ങൾക്കായിരിക്കും. ഈ രീതിയിൽ, ഈ ഒരു വ്യവസ്ഥ പ്രകാരം ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നീ പ്രദേശങ്ങളും ആര് കൂട്ടിച്ചേർത്തു? ബ്രിട്ടീഷുകാർ സ്വന്തം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, 3ാമത്തെ ചാപ്റ്ററാണ് ചെറുത്തുനിൽപ്പും 1ാം സ്വാതന്ത്ര്യ സമരവും എന്നുള്ളത്. ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.